നമസ്കാരം. 24 റൗണ്ട് ഓഫിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊല്ലം കൊട്ടിയത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് വീട്ടുടമ. വീട്ടിലേക്കുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചു. മാതാവ് വീട്ടിലില്ലാത്ത സമയത്താണ് സംഭവം. വാടക കുടിശ്ശിക 24 അടയ്ക്കുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. ഞങ്ങൾ 4 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അഡ്വാൻസ് എല്ലാം തീർന്നായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഗേറ്റ് പൂട്ടി. 3 ദിവസം മുന്നേ വന്ന് ഒരു ഗേറ്റ് പൂട്ടിയായിരുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്ക് വൈകിട്ട് വന്ന് ഗേറ്റും പൂട്ടി. വെളിയിലത്തെ ഞങ്ങൾ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളവും കളഞ്ഞ് പിന്നെ കരണ്ടും ഓഫ് ചെയ്തിട്ട് പോയി. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് 4 മാസത്തെ വാടക കുടിശ്ശിക നൽകാനുണ്ടെന്നാരോപിച്ച് വീട്ടുടമ 5 വയസ്സും 17 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ വീടിനുള്ളിൽ പൂട്ടിയിട്ടത്. വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ച ശേഷം വെള്ളം തുറന്നുവിടുകയും ചെയ്തു. കുട്ടികളുടെ മാതാവ് വീട്ടിലില്ലാത്ത സമയത്താണ് സംഭവം. രോഗിയായ മാതാവ് വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. സഹായം തേടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയെ കാണാനായി മാതാവ് തൃശൂരിലേക്ക് പോയ സമയത്താണ് വീട്ടുടമയുടെ ക്രൂരത. കുട്ടികളുടെ ദുരിതം 24 പുറംലോകത്തെത്തിച്ചു. പിന്നാലെ വാടക കുടിശ്ശിക 24 അടയ്ക്കുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ പ്രഖ്യാപനം. ഒരു കാര്യം ചെയ്യുക, ഇപ്പൊ എത്ര മാസത്തെ വാടക കൊടുക്കാനുള്ളത്? ഇപ്പൊ 4 മാസത്തെ കൊടുക്കാനുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? വീട്ടുടമസ്ഥന്റെ വീട് അടുത്ത് തന്നെയാണോ? കൊട്ടിയത്താ. കൊട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളവിടെ സന്തോഷമായിട്ടിരിക്കുക. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. 24 നന്ദി പറഞ്ഞ് മാതാവും കുട്ടികളും. കുട്ടികളെ പൂട്ടിയിട്ട സംഭവത്തിൽ കൊട്ടിയം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. ആർ അരുൺരാജ്, 24 കൊല്ലം. കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 374 കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താൽപര്യപത്രത്തിൽ ഒപ്പുവെച്ചു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. 2 ദിവസമായി നടന്ന നിക്ഷേപക ഉച്ചകോടി സമാപിച്ചു. ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണക്കാക്കി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. വിവിധ മേഖലകളിലായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പുതിയ ഐക്യ കേരളത്തിന് തുടക്കമായി എന്ന് പി രാജീവ്. വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പൊ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്വത്തിന് അനുകൂലമാണോ എന്നുള്ളത്. അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പൊ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയിലും IT പാർക്കുകളിലും നിക്ഷേപിക്കും. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം എത്തും. 5,000 കോടിയുടെ കൊമേഴ്സ് ഹബ്ബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ സ്വകാര്യ സർവകലാശാല ആരംഭിക്കുമെന്നാണ് ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രഖ്യാപനം. ഇതിനായി 350 കോടി രൂപയുടെ നിക്ഷേപമാണ് ജെയിൻ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. ജെയിൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ പുതിയൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കൊടുത്ത പ്രപ്പോസൽ. 5 വർഷം കൊണ്ട് കേരളത്തിലെ 5 ക്യാമ്പസുകൾ, കോഴിക്കോട് മെയിൻ ക്യാമ്പസ്, അതുപോലെ തൃശ്ശൂർ, കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം ഇങ്ങനെ 5 ക്യാമ്പസുകൾ 350 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് ജെയിൻ പ്രപ്പോസ് ചെയ്യുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയും RP ഗ്രൂപ്പ് 2,000 കോടി, ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടി, പ്രസ്റ്റീജ് ഗ്രൂപ്പ് 3,000 കോടിയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. 24 കൊച്ചി. കേരളത്തിന്റെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്തേകാൻ ഉതകുന്നതാണ് കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഉച്ചകോടിയുടെ വിജയമെന്ന് സംഘാടകർ പറയുന്നു. ദേശീയപാത, ഗെയിൽ പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അഭിനന്ദിച്ചു. 26 രാജ്യങ്ങൾ, 3000 ഡെലിഗേറ്റുകൾ, കോടികളുടെ നിക്ഷേപം. പ്രഥമ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി വിജയമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ.
നിക്ഷേപങ്ങൾ കൊണ്ട് മാത്രമല്ല വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഐക്യവും ഉച്ചകോടിയിൽ പ്രതിഫലിച്ചു. കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അഭിനന്ദനം. I appreciate that within that time limit, the Kerala government completed it. I appreciate the Chief Minister and his colleagues. രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രതിപക്ഷവും നിക്ഷേപക ഉച്ചകോടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഉദ്ഘാടന സമ്മേളനത്തിൽ വി.ഡി. സതീശനും സമാപന സമ്മേളനത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. I want to assure the investors always that it will be positive only. In the past also it had been positive. In future also the opposite attitude will be positive. കേന്ദ്രമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ നന്ദി അറിയിച്ചു. Not only the ruling government, opposition as well as the union government, all are together for the development of the state and for this part. That's a very, very positive thing. It's a positive sign to the entire country. പ്രഖ്യാപിച്ച പദ്ധതികളും നിക്ഷേപങ്ങളും ക്രിയാത്മകമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ കരുത്താകും. ജിം, എമർജിംഗ് കേരള തുടങ്ങിയ മുൻ നിക്ഷേപക സംഗമങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ഇൻവെസ്റ്റ് കേരള എന്ന് ഉറപ്പിക്കാം. 24 കൊച്ചി. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. ആറന്മുളയിൽ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച സ്ഥലത്ത് IT പാർക്ക് പദ്ധതിക്ക് നീക്കം. വിമാനത്താവള പദ്ധതിയുടെ സംരംഭകരായിരുന്ന KGS ഗ്രൂപ്പ് തന്നെയാണ് പുതിയ പദ്ധതിയുടെയും പിന്നിൽ. 7,000 കോടി മുതൽ മുടക്കിൽ 10,000 പേർക്ക് തൊഴിൽ നൽകുന്ന IT പാർക്ക് തുടങ്ങാമെന്ന് വാഗ്ദാനം ചെയ്താണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. വിമാനത്താവളം നിർമ്മിക്കാൻ സജ്ജമാക്കിയ ഭൂമിയിലാണ് IT പാർക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിമാനത്താവള പദ്ധതിയുടെ സംരംഭകരായിരുന്ന KGS ആറന്മുള എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പിന്നിൽ ഉണ്ടായിരുന്നവർ പുതിയ കമ്പനി രൂപീകരിച്ചാണ് IT പാർക്ക് സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡാണ് പുതിയ കമ്പനി. ഇൻഫോ പാർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്നതാണ് പദ്ധതിയുടെ പേര്. സംസ്ഥാന IT വകുപ്പിന് സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ പ്രകാരം 7,000 കോടി രൂപയാണ് പദ്ധതിയുടെ മുതൽ മുടക്ക്. 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വാഗ്ദാനം. സർക്കാരുമായി യോജിച്ച് പാർക്ക് സ്ഥാപിക്കാമെന്നാണ് IT വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ആറന്മുളയിൽ വിമാനത്താവളത്തിനായി കണ്ടെത്തിയ 139.20 ഹെക്ടർ സ്ഥലമാണ് കമ്പനിയുടെ കൈവശമുള്ളത്. ഇതിൽ 16.32 ഹെക്ടർ മാത്രമേ കരഭൂമിയുള്ളൂ. ബാക്കിയുള്ള ഭൂമി വയലും തണ്ണീർത്തടവുമാണ്. ഈ കാരണം കൊണ്ടാണ് വിമാനത്താവള പദ്ധതി ആറന്മുളയിൽ നടക്കാതെ പോയത്. വയൽ നികത്തി വിമാനത്താവളം സ്ഥാപിക്കുന്നതിനെതിരെ വലിയ സമരമാണ് ആറന്മുളയിൽ നടന്നത്. ഇതേ സ്ഥലത്ത് IT പാർക്ക് സ്ഥാപിക്കാനാണെങ്കിൽ പോലും സർക്കാർ ഇളവ് നൽകണം. സംരംഭകർ സമർപ്പിച്ച അപേക്ഷ IT വകുപ്പ് കൃഷി വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അടുത്ത നടപടി. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല. അടുത്ത യോഗം മാർച്ച് 19 നടക്കും. കർഷകരുമായുള്ള ചർച്ച സൗഹൃദപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇപ്പോഴും ധാരണയിലെത്താനാവാത്തത്? ഗോകുൽ, ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും ചർച്ചയായത് കർഷകർ ഈ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായി ഉന്നയിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില നിയമം മൂലം ഉറപ്പു നൽകണം എന്നുള്ള ആവശ്യത്തിലാണ്. ഈ വിഷയം ചർച്ച ചെയ്തതായി കർഷകരും ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നും ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്ത മന്ത്രിമാരടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ഈ ചർച്ചയിലും ധാരണയായിട്ടില്ല എന്നുള്ളതാണ് ഈ കർഷകരും ഒപ്പം തന്നെ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും വ്യക്തമാക്കുന്നത്. ഇന്ന് 6ാം ഘട്ട ചർച്ചയാണ് കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിൽ നടന്നത്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒപ്പം തന്നെ മന്ത്രി പ്രഹ്ലാദ് സിംഗ് ജോഷി തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി. ഒപ്പം തന്നെ പഞ്ചാബിലെ മന്ത്രിമാരും സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗത്തിലെ നേതാക്കളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 17 കർഷക നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിലും കർഷകരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച ധാരണയായിട്ടില്ല. മോദി സർക്കാരിന്റെ നയങ്ങൾ, കർഷകരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിച്ചതായി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ട ചർച്ച വീണ്ടും ചണ്ഡീഗഡിൽ മാർച്ച് 19 നടത്തും എന്ന് യോഗത്തിന് ശേഷം കേന്ദ്ര കൃഷി ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ അടുത്ത ഘട്ട ചർച്ചകൾ ഡൽഹിയിലേക്ക് മാറ്റണം എന്നായിരുന്നു കർഷകരുടെ ആവശ്യം. ഈ ആവശ്യം എന്തായാലും ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ കർഷകരുമായുള്ള ചർച്ച തുടരും.
സർക്കാരിന്റെ മുഖം മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ സർക്കാരിനെതിരാകാൻ പാടില്ലെന്നും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്. മമതാ ബാനർജിയുമായി തനിക്ക് ഭിന്നതയില്ല. പശ്ചിമബംഗാളിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെന്നും ആക്റ്റീവായി ഇടപെടുന്ന ഗവർണറാണ് താനെന്നും ഡോക്ടർ CV ആനന്ദബോസ് പറഞ്ഞു. 24ന്റെ മീറ്റ് ദി ഗവർണർ പ്രത്യേക അഭിമുഖ പരിപാടിയിലാണ് ഡോക്ടർ CV ആനന്ദബോസ് മനസ്സു തുറന്നത്. പ്രത്യേക അതിഥിയായാണ് കാക്കനാട്ടെ 24 സ്റ്റുഡിയോയിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് എത്തിയത്. ചാനൽ ന്യൂസ് റൂമിൽ ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ തന്റെ നിലപാടുകളും അനുഭവങ്ങളും ഡോക്ടർ CV ആനന്ദബോസ് തുറന്നു പറഞ്ഞു. 24 വാർത്താ വിഭാഗവുമായും ഗവർണർ സംവദിച്ചു. ഗവർണർ സർക്കാരിനെതിരാകാൻ പാടില്ലെന്നാണ് ഗവർണർ സർക്കാർ പോര് സംബന്ധിച്ച ചോദ്യത്തോട് CV ആനന്ദബോസിന്റെ മറുപടി. തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം ഭരണത്തിന്റെ പ്രകടമായ മുഖം. അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഗവർണർ പുറകെ നിൽക്കണം. ഗവർണർ ഒരു കാരണവരെ പോലെ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡായിട്ട് വർത്തിക്കണം. എന്നാൽ തെറ്റ് കാണിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യണം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി തനിക്ക് ഭിന്നതയില്ല. വ്യക്തിപരമായ നല്ല ബന്ധമാണ്. മമത തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലാണെന്ന് എന്ന് പറയാറുണ്ട്. ഞാനും അവരെ അതുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഈ മമതാ ബാനർജിയെ ഞാൻ കാണുന്നത് 3 തലത്തിലാണ്. ഒന്ന്, വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔപചാരികമായ ഒരു ബന്ധമാണ്. രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ജനങ്ങൾക്കിടയിലേക്ക് താൻ ഇറങ്ങാൻ തീരുമാനിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തതെന്നും ഗവർണർ. പശ്ചിമബംഗാളിലെ ക്രമസമാധാന പ്രശ്നങ്ങളും പോലീസിലെ തെറ്റായ പ്രവണതകളും ഗവർണർ തുറന്നു പറഞ്ഞു. സന്ദേശ് ഖാലി, RG കർ വിഷയങ്ങളും CV ആനന്ദബോസ് പരാമർശിച്ചു. RSSനെ പ്രശംസിച്ച തന്റെ മുൻ നിലപാട് CV ആനന്ദബോസ് ആവർത്തിച്ചു. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു. പ്രത്യേകിച്ചും മഹാത്മാഗാന്ധിയുടെ വധത്തിൽ അത് RSSനുള്ള പങ്ക്, ഇതിനെക്കുറിച്ച് 2 സുപ്രീം കോടതി കമ്മിറ്റികളുണ്ട്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു. അതിലേക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് RSSനുമായിട്ട് ബന്ധമില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നത് മോർ സിൻഡ് അഗൻസ്റ്റ് ദൻ സിന്നിങ്, അങ്ങനെയൊരു സംഘടനയാണ് RSS എന്ന് തോന്നി. അത് ഞാൻ തിരുത്തി. ഗവർണർ പദവിക്ക് ശേഷം രാഷ്ട്രീയത്തിലിറങ്ങുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഒരു കവി പറഞ്ഞു കഴിഞ്ഞു, ഒരു നിശ്ചയമില്ല ഒന്നിനും, വരും ഓരോ ദിശ വന്ന പോലും തിരിയാ. കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന തന്റെ ആഗ്രഹവും ഡോക്ടർ CV ആനന്ദബോസ് 24നോട് പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് 24. മണാലിയിലേക്ക് വിനോദയാത്ര പോയി വൈറലായ നബീസ് ഉമ്മയെ വിമർശിച്ച മതപണ്ഡിതൻ ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവ് അല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടെന്നാണ് കാന്തപുരത്തിന്റെ പ്രതികരണം. ആവശ്യമുണ്ടെങ്കിലേ സ്ത്രീകൾ യാത്ര പോകേണ്ടതുള്ളൂ എന്നും കാന്തപുരം പറഞ്ഞു. ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നായിരുന്നു നബീസുമയ്ക്കെതിരായ കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവന. വിഷയം തനിക്കറിയില്ല എന്ന് പറഞ്ഞ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവ് അല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടെന്ന് വ്യക്തമാക്കി. സ്ത്രീകൾക്ക് യാത്ര പോകാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിലേ സ്ത്രീ യാത്ര പോകേണ്ടതുള്ളൂ. നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് വിടാറില്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരോട് കാന്തപുരത്തിന്റെ മറുചോദ്യം. ഒറ്റയ്ക്ക് പോകാറുണ്ട് എന്ന മറുപടിക്ക് പ്രതികരണം ഇങ്ങനെ. നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലേ? അവിടെ വിടും. അങ്ങനെ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യത്തിൽ കൂടാനും കഴിയും. ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതുവരെ സ്ത്രീകൾക്ക് കഴിയില്ല. ടിക്കറ്റ് എടുക്കാൻ തിക്കും തിരക്കുമുണ്ടാകും. അപ്പോൾ കൂടെ പുരുഷൻ ഉണ്ടാകുന്നതാണ് ഉചിതമെന്നാണ് കാന്തപുരത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. സമസ്തക്കെതിരെ രൂക്ഷ വിമർശനവുമായി KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി. സമുദായത്തിൽ സമസ്ത ഭിന്നിപ്പുണ്ടാക്കുന്നു. കൂടിയിരുന്നാൽ തെറിച്ചുപോകുന്ന ആദർശമാണ് സമസ്തയുടേത്. മനുഷ്യനെയും മതത്തെയും ധർമ്മത്തെയും പരിഹസിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. പാണക്കാട് തങ്ങൾമാരുമായുള്ള ബന്ധമില്ലാതാക്കാൻ ശത്രുത സൃഷ്ടിച്ച് ആ വീട്ടിൽ കയറാതിരിക്കാനുള്ള വൃത്തികെട്ട സമീപനം സ്വീകരിച്ചു.
മുജാഹിദ് പ്രസ്ഥാനം എല്ലാവരുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും ആരെങ്കിലും ഒരാൾ കൂടെ ഇരിക്കുമ്പോൾ പൊളിഞ്ഞു പോകുന്നതല്ല ആദർശമെന്നും KNM നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. മുക്കിലും മൂലയിലും ശബ്ദിക്കാതെ കിടന്നിരുന്ന ഒരു സമസ്ത, ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അത് ഒന്നിൻ്റെ തുടക്കമല്ല, ഒന്നിൻ്റെ ഒടുക്കവുമല്ല. എന്താണ് ഈ സമസ്ത? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? ഇപ്പം പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടെ അവരുടെ തല്ലിൻ്റെ വാർത്തയാണ്. NCP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ AK ശശീന്ദ്രൻ പക്ഷം. തോമസ് കെ തോമസിന് പകരം PC ചാക്കോ ബദൽ പേരുകൾ നിർദ്ദേശിച്ചാൽ അംഗീകരിക്കേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്. തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാത്ത പക്ഷം ബദൽ മാർഗങ്ങൾ ആലോചിക്കാനും AK ശശീന്ദ്രൻ പക്ഷ നേതാക്കളുടെ യോഗത്തിൽ ധാരണയായി. പുതിയ സംസ്ഥാന അധ്യക്ഷൻ നിശ്ചയിക്കാൻ ഈ മാസം 25-ന് യോഗം നടക്കാനിരിക്കെയാണ് AK ശശീന്ദ്രൻ പക്ഷം സമാന്തര യോഗം വിളിച്ചത്. ജില്ലാ അധ്യക്ഷന്മാരെ മുൻനിർത്തി PC ചാക്കോ ബദൽ നീക്കം നടത്തുമെന്ന സംശയവും സമാന്തര യോഗം വിളിക്കാൻ കാരണമായി. അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ തോമസ് കെ തോമസ് MLA സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കും. തോമസിന് പകരം PC ചാക്കോ നിർദ്ദേശിക്കുന്നവരെ അംഗീകരിക്കില്ല. വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കാൻ PC ചാക്കോ ശ്രമം നടത്തുന്ന സംശയത്തിലാണ് ഈ നിലപാട്. തോമസിനെ അധ്യക്ഷനായി അംഗീകരിക്കാത്ത പക്ഷം ബദൽ മാർഗങ്ങൾ ആലോചിക്കാനും ധാരണയായി. അങ്ങനെയെങ്കിൽ NCP കേരള ഘടകത്തിൽ വീണ്ടും പിളർപ്പിന് കളമൊരുങ്ങും. മന്ത്രിമാറ്റം സംബന്ധിച്ച തർക്കത്തിനിടെ PC ചാക്കോ പുറത്താക്കിയ 3 ജില്ലാധ്യക്ഷന്മാർക്ക് പകരം നിയമിതരായവരെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെടാനും ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് മുമ്പ് AK ശശീന്ദ്രനും TP പീതാംബരം മാസ്റ്ററും നിരീക്ഷകരോട് ഇക്കാര്യം ആവശ്യപ്പെടും. പുറത്താക്കപ്പെട്ട ജില്ലാധ്യക്ഷന്മാർ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരീക്ഷകനായ ജിതേന്ദ്ര അവാദിന് കത്തയച്ചിട്ടുണ്ട്. സമാന്തര യോഗം ചേരുന്ന വിവരം 24 പുറത്തുവിട്ടതോടെ മന്ത്രിയുടെ വസതിയിൽ ചേരാനിരുന്ന യോഗം ഹൗസിംഗ് ബോർഡ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. കോഴിക്കോട്ടായിരുന്ന മന്ത്രി AK ശശീന്ദ്രൻ യോഗത്തിൽ പങ്കെടുത്തില്ല. വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ശശീന്ദ്രൻ പക്ഷ നേതാക്കളുടെ യോഗം തിങ്കളാഴ്ച കോഴിക്കോട്ട് നടക്കും. 24 തിരുവനന്തപുരം. മുതിർന്ന CPIM നേതാവ് G സുധാകരനെ അവഗണിക്കാൻ ആലപ്പുഴയിലെ SFI DYFI നേതാക്കൾ. ആലപ്പുഴയിൽ നിന്നുള്ള SFI സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്ന പോസ്റ്റിലാണ് അവഗണനയും ഒളിയമ്പും. ആലപ്പുഴയിൽ നിന്ന് SFIയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് G സുധാകരന് ശേഷം ആദ്യമായാണ് ഒരാളെത്തുന്നത്. SFI സംസ്ഥാന അധ്യക്ഷനായി ആലപ്പുഴയിൽ നിന്നുള്ള M ശിവപ്രസാദിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് G സുധാകരനെ പരോക്ഷമായി പരിഹസിച്ചും അവഗണിച്ചും SFI DYFI നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. തനിക്കു ശേഷം ആരും വേണ്ടെന്ന് മർക്കടമുഷ്ടി ചുരുട്ടിയ നേതാവിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഇനിയും അനേകായിരങ്ങൾ ഈ മണ്ണിൽ നിന്ന് പുതിയ നേതൃത്വമായി ജനിക്കും. SFI കേന്ദ്ര കമ്മിറ്റി അംഗം A അക്ഷയ് FBയിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: G സുധാകരൻ തനിക്കു ശേഷം മറ്റാരെയും നേതൃനിരയിലേക്ക് വളരാൻ അനുവദിച്ചില്ലെന്ന വിമർശനവും ചിലർ കമന്റുകളായും പങ്കുവച്ചു. നേരത്തെ പല വിവാദങ്ങളിലും SFI നേതൃത്വത്തിനെതിരെ G സുധാകരൻ പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് G സുധാകരൻ നടത്തിയ പ്രതികരണവും പ്രതിപക്ഷം SFIക്കെതിരെ ആയുധമാക്കി. കലോത്സവ വേദികൾ തമ്മിൽ തല്ലാനുള്ള ഇടമല്ലെന്നായിരുന്നു G സുധാകരന്റെ വിമർശനം. ആലപ്പുഴയിലെ CPM സമ്മേളനങ്ങളിൽ G സുധാകരനെ ക്ഷണിക്കാത്തതും അടുത്തിടെ ചർച്ചയായി. 24 ആലപ്പുഴ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാർ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് ദുരന്ത കുടിൽ കെട്ടി സമരത്തിന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാരിനെതിരെ UDFും സമരപരിപാടികൾ പ്രഖ്യാപിച്ചു. ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്നായിരുന്നു റവന്യൂ മന്ത്രി K രാജന്റെ പ്രതികരണം. കുടിൽക്കെട്ടി സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഞങ്ങൾക്ക് മറ്റൊരു വീട് തരുന്നില്ലെങ്കിൽ അവിടെ തന്നെ പോയി കുടിൽക്കെട്ടി താമസിക്കാനാണ് തീരുമാനം. സമരമില്ലാതെ മറ്റു വഴികളില്ലാത്തതിനാലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിക്കണം. പ്രദേശത്തുള്ളവരുടെ ലോണുകൾ എഴുതിത്തള്ളാൻ നടപടിയുണ്ടായില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ 24നോട് പറഞ്ഞു. സമരത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചു. ഈ മാസം 27-ന് കളക്ടറേറ്റിന് മുന്നിൽ T സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ രാപ്പകൽ ഉപവാസം നടത്തും. 28-ന് UDF കളക്ടറേറ്റ് വളയും. സർക്കാരിനുള്ള പ്രതീക്ഷ അസ്തമിക്കുക. ആ ഒരു സാഹചര്യത്തിൽ UDF തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. എന്നാൽ പുനരധിവാസം വൈകിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ദുരന്തബാധിതർക്ക് പരമാവധി ഭൂമി നൽകണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും മന്ത്രി. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ 2 ആക്ഷൻ കൗൺസിലാണ് പ്രവർത്തിക്കുന്നത്. 10, 11, 12 വാർഡ് തല ജനകീയ സമിതി മറ്റന്നാൾ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസവും സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്.
സർക്കാർ അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പിന്തുണയേറുന്നു. UDF നേതാക്കൾക്ക് പുറമെ മുതിർന്ന CPI നേതാവ് C. ദിവാകരനും പിന്തുണയുമായി സമരപ്പന്തലിലെത്തി. സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13ാം ദിവസത്തിലേക്ക് കടക്കുന്ന സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും എത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. മുതിർന്ന CPI നേതാവ് C. ദിവാകരനും സമരക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമരം ഒത്തുതീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് C. ദിവാകരനും ആവശ്യപ്പെട്ടു. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സമരക്കാർക്ക് പിന്തുണയുമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLAയും സമരപ്പന്തലിലെത്തി. ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാർ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആശാ വർക്കർമാർക്ക് 3 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് 2 മാസത്തെ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നത് ഞങ്ങൾക്ക് വന്ന 7000 രൂപ. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തയച്ചു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. വയനാട് കൽപ്പറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനത്തിനിടെ കാറുകൾ കൂട്ടിയിടിച്ചു. സെന്റ് ഓഫ് പരിപാടിക്ക് ശേഷമായിരുന്നു ഗ്രൗണ്ടിൽ അഭ്യാസ പ്രകടനം. വിദ്യാർത്ഥികളുടെയും വാഹനത്തിന്റെ RC ഉടമകളുടെയും പേരിൽ പോലീസ് കേസെടുത്തു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് സംഭവം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ചടങ്ങിന് ശേഷമാണ് ചില വിദ്യാർത്ഥികൾ കാറുമായി ഗ്രൗണ്ടിലേക്ക് എത്തിയത്. വാടകയ്ക്കെടുത്ത ആഡംബര കാറുകൾ വരെ കൂട്ടത്തിലുണ്ട്. തുടർന്ന് അപകടകരമായ വിധം കാറുകൾ ഓടിച്ചു. കാറുകൾ കൂട്ടിയിടിച്ചതോടെ സ്കൂൾ അധികൃതർ ഗേറ്റ് അടച്ച് പോലീസിനെ വിവരമറിയിച്ചു. കാർ ഓടിച്ചിരുന്ന 6 പേർക്കും ലൈസൻസ് ഉണ്ട്. 6 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥികൾക്കെതിരെയും RC ഉടമകൾക്കെതിരെയും കേസും രജിസ്റ്റർ ചെയ്തു. കാറുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരരുതെന്ന് അധ്യാപകർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് മറികടന്നായിരുന്നു വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം. 24 വയനാട്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട BJP നേതാവ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം. പൂഞ്ഞാറിലെ വീട്ടിൽ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് PC ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. തിങ്കളാഴ്ച വരെ സാവകാശം തേടി PC ജോർജ് പോലീസിന് കത്ത് നൽകി. ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് കടന്നത്. ഇതിന്റെ ഭാഗമായി പൂഞ്ഞാറിലെ വീട്ടിൽ നോട്ടീസ് നൽകാൻ പാലാ DYSP നേരിട്ടെത്തിയെങ്കിലും PC ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാമെന്ന് കാട്ടി ഷോൺ ജോർജ് മുഖേന PC ജോർജ് DYSPക്ക് കത്ത് നൽകി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ സാവകാശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇതിന് മറുപടി നൽകിയിട്ടില്ല. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. പോലീസ് നോട്ടീസ് തരാൻ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല. അവർ പറഞ്ഞു പക്ഷേ 2 മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ എവിടെയാണ് അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം. ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ PC ജോർജ് സമൂഹമാധ്യമങ്ങളിൽ മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ യൂത്ത് ലീഗ് പരാതി നൽകിയതോടെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. പിന്നാലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയെങ്കിലും തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 24 കോട്ടയം. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് 100 കോടിയിലധികം രൂപ തട്ടിയെടുത്ത് ഉടമകൾ മുങ്ങി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക നിഗമനം. 1,95,00,000 രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് ആദ്യ കേസ്. സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജെയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്.
ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപനത്തിന്റെ ഉടമകൾ. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. ഇത് 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഇട്ടവർക്ക് അങ്ങനെ ലാഭം പറഞ്ഞിരുന്നു. രണ്ടാമത്, ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് പൈസ തരികയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊക്കെ ഡെപ്പോസിറ്റ് സ്കീമിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളാണ്. ഞങ്ങൾക്ക് അവരൊരു അഗ്രിമെൻറ്റ് തന്നിരുന്നു, അവരൊരു ബ്ലാങ്ക് ചെക്കും തന്നിരുന്നു. 10 ലക്ഷത്തിന് മീൻസ് നമുക്ക് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ചെക്കും അവർ തന്നിരുന്നു. 32 പരാതികളാണ് തൃശൂർ റൂറൽ എസ്.പിക്ക് കൈമാറിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 തൃശൂർ. അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന് വിട ചൊല്ലി അക്ഷരനഗരി. ഉച്ചയോടെ AV റസലിന്റെ മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കമുള്ള നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും. CPIMന്റെ കോട്ടയം ജില്ലയിലെ അമരക്കാരനായിരുന്ന AV റസലിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ചെന്നൈയിൽ നിന്നും വിമാനമാർഗം രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് 12 മണിയോടെ CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. മന്ത്രി VN വാസവൻ ചെന്നൈ മുതൽ മൃതദേഹത്തെ അനുഗമിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം അർപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, മുഹമ്മദ് റിയാസ്, MP-മാരായ ഫ്രാൻസിസ് ജോർജ്, AA റഹീം എന്നിവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 2.5 മണിക്കൂറോളം പൊതുദർശനം. തുടർന്ന് വിലാപയാത്രയായി ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക്. ഞായറാഴ്ച ഉച്ചയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 24 കോട്ടയം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവികൾക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ചില പോലീസുകാർ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ മുളയില്ലേ നുള്ളണം. ലഹരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കണമെന്നും പോലീസ് ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ DGP പറഞ്ഞു. പോയ വർഷത്തെ കുറ്റകൃത്യങ്ങളുടെയും തുടർ നടപടികളെയും കുറിച്ച് ചർച്ച ചെയ്യാനാണ് പോലീസ് ആസ്ഥാനത്ത് അവലോകന യോഗം വിളിച്ചു ചേർത്തത്. ADGP-മാർ, സോൺ IG-മാർ, IG ട്രാഫിക്, റേഞ്ച് DIG-മാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഗുണ്ടാ അതിക്രമ സംഭവങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിലാണ് തടയാൻ കാപ്പ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ഗുണ്ടകളെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കണമെന്നും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ആദ്യ 10 ദിവസത്തെ അന്വേഷണം നിർണായകമാണ്. സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലഹരിയുടെ കേന്ദ്രങ്ങളാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. ഇതിനായി ജില്ലാതലങ്ങളിൽ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സുമായി സംയോജിച്ച് പ്രവർത്തിക്കണം. 2024 സംസ്ഥാനത്ത് 4500 കിലോഗ്രാം കഞ്ചാവും 24 കിലോഗ്രാം MDMA-യും പിടികൂടി. മറ്റു കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിലുള്ള അതേ ജാഗ്രത സൈബർ കുറ്റകൃത്യങ്ങളിലും വേണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാത്ത ഓരോ കേസുകളും ജില്ലാ പോലീസ് മേധാവികൾ പ്രത്യേകമായി പരിശോധിക്കണം. നഗരപരിധികളിലുള്ള മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രത പുലർത്തണം. പോലീസ് നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആദിവാസി ജനതയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തണം. മതസൗഹാർദ്ദം തകർക്കുന്ന ഏതൊരു കാര്യവും അടിച്ചമർത്തണം. കുടുംബ തർക്കങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തുന്ന പ്രവണത കൂടി വരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ കൊലപാതക കേസുകളുടെ എണ്ണം കുറഞ്ഞു. 335 കൊലപാതക കേസുകളിൽ 331 എണ്ണത്തിലും പ്രതികളെ കണ്ടെത്താനായി. 24 തിരുവനന്തപുരം. മലപ്പുറത്ത് അമ്മ വഴക്ക് പറഞ്ഞതിന് 2ാം ക്ലാസ്സുകാരൻ വീട് വിട്ടിറങ്ങി. 4 കിലോമീറ്ററോളം നടന്ന് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി ഫയർ സ്റ്റേഷനിലെത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വീട്ടുകാരെയും ചൈൽഡ് ഹെൽപ്പ് ലൈനെയും വിവരമറിയിച്ച് കുട്ടിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചു. കേൾക്കുന്ന ഏതൊരാൾക്കും പേടിയും ആശ്ചര്യവും തോന്നുന്ന കാര്യമാണ് മലപ്പുറത്ത് നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഇരുമ്പുഴിയിലെ വീട്ടിൽ സഹോദരിയുമായി തല്ലുകൂടിയതിന് അമ്മ 2ാം ക്ലാസ്സുകാരനെ വഴക്കു പറഞ്ഞു. ശേഷം മറ്റു കുട്ടികളുമായി വീടിന് സമീപത്ത് അവൻ കളിക്കുന്നുണ്ടെന്നാണ് അമ്മ കരുതിയത്. പക്ഷേ അമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി പറയാൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിരുന്നു. അങ്ങനെ 4 കിലോമീറ്ററോളം നടന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി ചെന്നു കയറിയത് മലപ്പുറം ഫയർ സ്റ്റേഷനിൽ.
കുട്ടി എന്തോ കുരുത്തക്കേട് കാണിച്ചാൽ അമ്മ എന്തോ അടക്ക് പറഞ്ഞതാണ്. അതിൻ്റെ പുറത്താണ് ഇവൻ ഒരു 3-4 കിലോമീറ്റർ നടന്നു വന്നത്. നടന്നു വന്നിട്ട് ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല. അപ്പോൾ ഉമ്മ എന്തുകൊണ്ട് പറഞ്ഞു, എടാ നീ പോലീസ് സ്റ്റേഷനിൽ പോയി വേണം പരാതി പറയുന്നു. അതിൻ്റെ ബേസിലാണ് ഇവൻ നടന്നു വന്നത്. എന്തായാലും അവൻ്റെ വാപ്പായുടെ അടുത്തും അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആളിനെ ഏൽപ്പിച്ചുമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോഴാണ് ഇത്ര ദൂരം നടന്ന് മകൻ പോയതെല്ലാം വീട്ടുകാർ അറിയുന്നത്. മലപ്പുറം മഞ്ചേരി പ്രധാന പാതയ്ക്കരികിലൂടെയാണ് 7 വയസ്സു മാത്രം പ്രായമുള്ള കുട്ടി നടന്നു വന്നത്. മലപ്പുറത്തോട് ചേർന്ന സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വഴി പരിചയമുണ്ടാകും എന്നതാണ് നിലവിൽ കരുതുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കുട്ടിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചു. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിന് ഇടം ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് സഞ്ജു സാംസൺ. പാകിസ്ഥാനെതിരെ മികച്ച വിജയം നേടാൻ ഇന്ത്യൻ ടീമിന് കഴിയും. രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം കാണാൻ നാഗ്പൂരിലേക്ക് പോകുമെന്നും KCAയുമായി തർക്കങ്ങളില്ലെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. തൃശൂർ ചാലക്കുടി ആസ്ഥാനമായി ക്രിക്കറ്റ് അക്കാദമി ആരംഭിക്കുന്നതായും കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സഞ്ജു സാംസൺ അറിയിച്ചു. നമ്മുടെ ഈ അക്കാഡമി ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ ഇന്നൊരു അക്കാഡമി ലോഞ്ച് ചെയ്തു. അപ്പോൾ റേസ് ബൈ സഞ്ജു സാംസൺ എന്നാണ് നമ്മൾ ഈ അക്കാഡമിയുടെ പേര് ഇട്ടിരിക്കുന്നത്. റാഫേൽ ഭായ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ബിജു സാറാണ് നമ്മുടെ ടീമിന്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ്. നമ്മുടെ ജീമോൻ ചേട്ടനാണ് നമ്മുടെ ബാക്ക് ബോൺ ഓഫ് ദ അക്കാഡമി. ഇത് നമ്മുടെ റോമി ബിന്ദർ രാജസ്ഥാൻ റോയൽസിന്റെ മാനേജറാണ് കഴിഞ്ഞ 15 വർഷമായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്നൊരു നല്ല പ്രൊജക്ട് നാട്ടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാ സപ്പോർട്ടും പിന്തുണയും എല്ലാവരും ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. JC ഡാനിയൽ ദൃശ്യമാധ്യമ പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിന്. മികച്ച സ്പെഷ്യൽ റിപ്പോർട്ടിനാണ് പുരസ്കാരം. JC ഡാനിയലിന്റെ 125ാം ജന്മവാർഷികമായ ഫെബ്രുവരി 25-ന് പുരസ്കാരം സമർപ്പിക്കും. 3ാമത് നിസിമ മഹിമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 കോഴിക്കോട് ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ മിഥില ബാലനാണ് പുരസ്കാരം. വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വനിതകൾക്കായുള്ളതാണ് അവാർഡ്. 28-ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ അവാർഡ് സമർപ്പണം നടക്കും. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു.